ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ ഈച്ചനാകുമ്പോൾ വേറൊരു കൂട്ടിലാക്കുന്ന ഒരു വിദഗ്ധമായൊരു ഐഡിയ ആയിട്ട് വന്നതാണ്. അത് നമ്മൾ വിജയിച്ചിരിക്കുമ്പോൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്താണ്, രണ്ടാമത് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ അങ്ങനെ ബോട്ടിൽ എടുത്തിട്ട് ഈ ചെറിയൊരു കലത്തിനൊരു ചെറിയൊരു ദ്വാരം ഉണ്ടാക്കി ആ ദ്വാരത്തിലാണ് മതി ഇതിൻ്റെ ആ അടപ്പ് തുറന്നിട്ട് വെച്ച് കൊടുത്താൽ ഈ ഈച്ച മുഴുവൻ അതിനുള്ളിൽ കയറും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ഈച്ചനെ വേറെ കൂട്ടിലാക്കണം. അതോടെ കൂട്ടിലാക്കുന്നതിന് മുമ്പ് ഈച്ച നമ്മളെ ചെവിയിലും മൂക്കിലും ഒന്നും പോവുകയില്ല. മുടിയുടെ ഉള്ളിലൊക്കെ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകും. നമ്മൾ ഈ തേനെടുക്കാനൊരു ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഈ കലനിറച്ച സംഭവം മുട്ടയും കാര്യങ്ങളെല്ലാം ഇതിലുണ്ടാവും കേട്ടോ. തേനൊരു ഭാഗത്തുണ്ടാവും. അത് നമുക്കൊന്ന് തുറന്ന് കണ്ടുവിടുമ്പോൾ തുറക്കുന്ന പരിപാടി അതും കാണാൻ നമുക്ക് അല്ലേ, വിദഗ്ധമായി തുറക്കണമല്ലേ. ഇത് നമ്മളെ കയ്യിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഈ കലത്തിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് വർഷം നമ്മളത് കണ്ടിന്യൂ എടുക്കുന്നുണ്ട്. അത്യാവശ്യം ചെറിയൊരു സാധനം കിട്ടുകയും ചെയ്യും, വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയതിനൊക്കെ കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ മുന്നേ നമ്മൾ വീട്ടിൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് വേറെ ടീം ആരും എടുത്തുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല, രാത്രി എടുത്തു പോയതാണ്. അവിടെ നമ്മൾ വേറെ ചെറിയൊരു മരത്തിൻ്റെ ഒരു പൊത്തുന്ന സാധനം കിട്ടി. അത് നമ്മൾ വീണ്ടും നമ്മളത് നല്ല വൃത്തിയുണ്ടല്ലേ, അച്ഛൻ മുട്ടാണ്ടല്ലേ, മക്കൾ വരിയാൻ റെഡിയായി നിൽക്കണം. നമ്മൾ റാണി നമ്മളിൽ നിന്ന് കിട്ടണം. റാണി ഏതായാലും പോലാന്ന് വിചാരിക്കുക, റാണിയിലുണ്ട് ഉണ്ടാവും വിചാരിക്കും. അങ്ങനെ നമ്മൾ അവന് ഉണ്ടല്ലേ, നമ്മൾ ഈച്ച കുറവുണ്ടല്ലോ, ഈച്ച വളരെ കുറവേ ഉള്ളൂ. ബാക്കിയുള്ള ഈച്ചനൊക്കെ നമ്മളെ കുപ്പിയിലാക്കി. അതുകൊണ്ട് ഈച്ചകളുണ്ട്, ഒരു ഭാഗത്ത് തേനുണ്ട് ഉണ്ടല്ലേ, ചെറുതേനാട്ടോ. അതായത് ചെറുതേൻ നല്ല അത്യാവശ്യം വെള്ള സംഭവമാണ്, കിട്ടാനും പ്രയാസമാണ്. ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് അതിനൊക്കെ നമുക്ക് വീട്ടിൽ ആവശ്യത്തിനൊക്കെ എടുക്കാം. പിന്നെ മെഴുക് നല്ല ശ്രദ്ധിക്കണം, മെഴുക് കണ്ടില്ലേ തേനുണ്ടാകുമ്പോൾ ഈച്ച ഒന്നും ചത്തുപോയില്ല. നമുക്ക് ആ കുപ്പിയിലാക്കിയും കൊണ്ട് എന്താ ഈച്ച ചത്തുപോയില്ല. അല്ലെങ്കിൽ നമ്മളിത് എടുക്കുമ്പോൾ മുഴുവൻ ഈച്ച നമ്മളെ കടിക്കുകയും പല സ്വീപ്പാക്കുകയും ചെയ്യും. മെയിനായിട്ട് മുടീൻ്റെ ഉള്ളിൽ പോകുക, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ മറിച്ച് ഇതാക്കി പിടിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ വേണം. ശ്രദ്ധിക്കണം, പരിക്ക് പറ്റാതെ എടുക്കണം. റാണി ശ്രദ്ധിക്കണം, റാണി ഒഴിവായി പോകണമെന്ന് നോക്കണം. അല്ല, റാണി ഒഴിവായി പോയാൽ കൂടുതൽ ഈച്ചയൊക്കെ പോകുന്നതാണ്. ഇങ്ങനെ നമുക്ക് ചെയ്താൽ നല്ല പരിപാടി കേട്ടോ ഉണ്ടല്ലേ. സംഭവങ്ങളുണ്ടല്ലോ, സ്പൂൺ എടുത്ത് കോരിയത് നല്ല ഈച്ച കുറവ്. ഈച്ചനപ്പോൾ ഉള്ളിൽ നമ്മൾ കുപ്പിയിലാക്കി മൂടി വെച്ചാൽ ഇനി നമ്മളെ വീണ്ടും ഒരു ഇതിലൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അതിൻ്റെ മുട്ട എടുത്ത് വെച്ചാൽ ഈച്ച അടുത്ത അതിനുള്ളിൽ കയറും. നല്ല അത്യാവശ്യം ഒരു വർഷമായിട്ട് നമ്മളിത് അതിൽ അപ്പോൾ ഇനി അടുത്ത വർഷം നമ്മൾ എടുക്കും. വീണ്ടും നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ട് മഴ കൊള്ളാത്ത സ്ഥലത്ത് വെക്കുന്നുണ്ട്. അത്യാവശ്യം കുറഞ്ഞ തേനൊക്കെ ഉണ്ടാകുമ്പോൾ തേൻ ഏതായാലും നമ്മൾ ഉണ്ടല്ലേ, അത്യാവശ്യം നമുക്ക് ഈ കാലത്ത് തന്നെ തേൻ അങ്ങനെ തന്നെ ഉണ്ട്. ഒക്കെ നമ്മൾ അടുത്ത വീഡിയോ കാത്തിരിക്കും. ഓക്കെ.